നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വൗ! കെ.എൽ. രാഹുൽ ഷോ ഡൽഹിയിലെ കോട്ട്ല സ്റ്റേഡിയത്തിൽ പൊളിച്ചടുക്കിയ പ്രകടനമാണ്. 67 പന്തുകളിൽ നിന്ന് 152 നോട്ട് ഔട്ട്. പി ബി കെ എസിൻ്റെ ബോളർമാർ വലിച്ചു കീറി. ഇത് ചരിത്രം കുറിച്ച ഇന്നിങ്സാണ്. എന്താണെന്നറിയോ? IPL ചരിത്രത്തിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ 152 നോട്ട് ഔട്ട്. ഇനി ഇന്ത്യക്കാരൻ മാത്രമാക്കണ്ട, IPL വിദേശ താരങ്ങളുടെ എല്ലാവരുടെയും കൂടി ലിസ്റ്റ് എടുത്താൽ കെ.എൽ. രാഹുലിൻ്റെ ഈ സ്കോർ തേർഡ് ഹയസ്റ്റ് ആണ്. ഒന്നാമതുള്ളത് ക്രിസ് ഗെയിലിൻ്റെ 175 നോട്ട് ഔട്ട് 66 പന്തുകളിൽ നിന്ന് RCBക്ക് വേണ്ടി പൂനെ വാരിയേഴ്സിനെതിരെ 2013 നേടിയത്. രണ്ടാമത് ബ്രണ്ടൻ മാക്കല്ലത്തിൻ്റെ ആ ഐക്കോണിക് ഇന്നിങ്സാണ്. 73 പന്തിൽ നിന്ന് 158 നോട്ട് ഔട്ട് IPLൻ്റെ തുടക്കത്തിൽ അദ്ദേഹം KKRന് വേണ്ടി RCBക്കെതിരെ നേടിയിട്ടുള്ളത്. ഇപ്പോഴിതാ കെ.എൽ. രാഹുൽ 152 നോട്ട് ഔട്ട്. ഇന്ത്യക്കാരിൽ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ അഭിഷേക് ശർമ്മക്കായിരുന്നു അതുണ്ടായിരുന്നത്. അദ്ദേഹം 141 റൺസ് നേടിയിട്ടുണ്ടായിരുന്നതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. അത് മറികടന്നുകൊണ്ട് കെ.എൽ. രാഹുൽ ഇന്ത്യക്കാരിൽ ഒന്നാമൻ, ടോട്ടൽ കണക്കിൽ മൂന്നാമൻ. വാവ്, വാട്ട് ആൻ ഇന്നിങ്സ്. നിതീഷ് റാണ കട്ടക്ക് കൂടെ നിന്ന് കേട്ടോ. അദ്ദേഹം ഒരു സെഞ്ചുറി അർഹിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെഞ്ചുറിക്ക് തൊട്ടരികിൽ അദ്ദേഹം വീണുപോയി. ഏതായാലും സംഭവിച്ചത് എന്താ? ടോസ് ലഭിച്ച DC ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നിശ്ചിത 20 ഓവറുകളിൽ 2 വിക്കറ്റിന് 264 റൺസ് അങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. അത് PBKസിന് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാ ചോദ്യം. PBKS ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പ്രഭ്സിമ്രാൻ സിംഗും പ്രിയാൻ ഷാരിയും ശ്രേയസ് അയ്യരും സൂപ്പർ കനോലിയും ഒക്കെ അങ്ങ് തുനിഞ്ഞിറങ്ങി എന്തും സംഭവിക്കാം. പക്ഷേ ഇപ്പോൾ കൃത്യമായ എഡ്ജ് എന്തായാലും DCക്കുണ്ട്. പഥും നിസാങ്കയും കെ.എൽ. രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അധികമൊന്നും പോയില്ല. മൂന്നാമത്തെ ഓവറിൽ തന്നെ പഥും നിസാങ്ക മടങ്ങി 7 പന്തിൽ നിന്ന് 11 റൺസ് അദ്ദേഹം നേടിയതെന്ന കെ.എൽ. രാഹുൽ മിന്നും പ്രകടനമായിരുന്നു. സിക്സറുകളും ഫോറുകളും ആ ബാറ്റിൽ നിന്ന് ഇങ്ങനെ വഴിഞ്ഞൊഴുകി. ഒപ്പം നിതീഷ് റാണ 44 പന്തുകളിൽ നിന്ന് 11 ഫോറും 4 സിക്സും അടക്കം 206.82 സ്ട്രൈക്ക് റേറ്റിൽ 91 റൺസാണ് അടിച്ചത്. സേവ്യർ ബാറ്റ്ലറ്റിനെ എടുത്തിട്ട് അലക്കി. പക്ഷേ ബാറ്റ്ലറ്റിൻ്റെ പന്തിൽ തന്നെ ഒടുവിൽ അദ്ദേഹം വീണു. അദ്ദേഹം വീഴുമ്പോഴേക്കും 248 റൺസായി കഴിഞ്ഞിരുന്നു സ്കോർ ബോർഡിൽ. പിന്നെ ഡേവിഡ് മില്ലർ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് കെ.എൽ. രാഹുൽ കളി അങ്ങ് ഫിനിഷ് ചെയ്തു. 67 പന്തുകളിൽ നിന്ന് 16 ഫോറും 9 സിക്സറും അടക്കം 226.87 സ്ട്രൈക്ക് റേറ്റിൽ 152 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു. 264 ജയിക്കാൻ വേണ്ടത് 265 റൺസാണ്. അതിലേക്ക് എത്താൻ പറ്റുമോ PBKസിന്? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.